ഹിജ്റ ചെയ്യാൻ വേണ്ടി ഓടിപ്പോകുന്ന സുഹൈബ് റൂമിയെ മക്കയിലുണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങൾ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കാരണം ഒന്നുമില്ലാതെ അടിമയായി മക്കയിലേക്ക് വന്ന നിങ്ങൾ ഇന്ന് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ്. ഇവിടെ വന്ന് എല്ലാം നേടിയ നിങ്ങൾ ഈ സമ്പത്ത് മുഴുവനുമായിട്ട് മറ്റൊരു നാട്ടിലേക്ക് കടന്നു കളയുക, അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്ക മുശ്രിക്കീകൾ സുഹൈബ് റൂമി റളിയല്ലാഹുവിൻ്റെ മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ ആ മക്ക മുശ്രിക്കീങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കാലം 10 വർഷത്തോളം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മുഴുവൻ സമ്പത്തും നിങ്ങൾക്ക് തരാം, എന്നെ ഹിജ്റ പോവാൻ നിങ്ങൾ അനുവദിക്കുമോ? നിസ്സംശയം അവർ മറുപടി പറയുന്നു, അതെ, സമ്പത്ത് മുഴുവനും തന്നാൽ നിങ്ങൾക്ക് പോകാം. മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നരായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അത്രയും വലിയ സമ്പത്ത് ഈ 10 വർഷം കൊണ്ട് അദ്ദേഹം ഇവിടെ നേടിയെടുത്തിട്ടുണ്ട്. ആ സമ്പത്ത് മുഴുവനും ശേഖരിച്ചിരിക്കുന്ന രഹസ്യമായ സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുന്നു. മദീനയ്ക്ക് സമീപത്തുള്ള കുബാ ഗ്രാമത്തിലെത്തിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എത്ര ലാഭകരമായ കച്ചവടമാണ് സ്വാഹിബ് നിങ്ങൾ ചെയ്തത്, റബിയൽ ബൈ, എത്ര ലാഭകരമായ കച്ചവടമാണ് നിങ്ങൾ ചെയ്തത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി തൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം മുഴുവനും ത്യജിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ, ത്യാഗോജ്ജലമായ തീരപോരാട്ടങ്ങൾ നടത്തിയ സുഹൈബുൽ റൂമി എന്ന അടിമയായിരുന്ന, അറേബ്യയിൽ ജനിച്ച പക്ഷേ റോമക്കാരനായി അറിയപ്പെടുന്ന സ്വഹാബിമാരുടെ ചരിത്രത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ ഒരാൾ കൂടിയായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ ചരിത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൈബ് റൂമിയുടെ പിതാവായിരുന്ന സിനാൻ പേർഷ്യക്കാരുടെ ഭരണപ്രദേശമായ ബസറക്ക് സമീപത്തുള്ള കുബിലിലെ ഗവർണറായിരുന്നു. ഉമ്മയാകട്ടെ ഈ മകനെ അത്രമേൽ സ്നേഹത്തോടെ ലാളിച്ചുകൊണ്ടാണ് വളർത്തിയിരുന്നത്. എല്ലാവരും അറേബ്യയിൽ തന്നെയാണ് ജനിക്കുന്നതും വളരുന്നതും ഒക്കെ. ഉപ്പ അദ്ദേഹത്തിൻ്റെ കാര്യമായ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പേർഷ്യൻ ഗവൺമെൻറ്റിലേക്ക് എത്തുകയും അങ്ങനെ അവരുടെ ഗവർണറായിട്ട് മാറുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല കാര്യമായിട്ട് സാമ്പത്തികമായ ശേഷി ഉണ്ടായിരുന്നു. ഉമ്മയാകട്ടെ ഈ മകനെയും കൊണ്ട്, എത്രയും പ്രിയപ്പെട്ട തൻ്റെ മകനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല നാടുകൾ കാണാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് യാത്രകളും ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഉമ്മയും മകനും റോമിലേക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഇറാഖിൻ്റെ സമീപത്തുള്ള ദനി എന്ന സ്ഥലത്ത് അവരുടെ ഈ യാത്രാ സംഘവും കച്ചവട സംഘവും ഒക്കെ എത്തിയപ്പോൾ അവർ അന്നേ ദിവസം അവിടെ തങ്ങുകയാണ്. ആ സമയത്താണ് അവിടെ റോമൻ പട്ടാളക്കാർ അവർ താമസിക്കുന്ന സ്ഥലം മുഴുവനും കീഴ്പ്പെടുത്തുകയും അവരുടെ അടുത്തുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുകയും അവരെ മുഴുവൻ ആളുകളെയും അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നത്. അന്നേ ദിവസം ആ കൂട്ടത്തിലുണ്ടായിരുന്ന സുന്ദരനായിരുന്ന വെളുത്ത നിറമുള്ള, ചെമ്പിച്ച നിറമുള്ള മുടിയുള്ള സുഹൈബ് എന്ന കുട്ടിയെയും, വെറും 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം, അവനെയും ആ അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് റോമൻ പട്ടാളക്കാർ വിൽക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം റോമിലെത്തിച്ചേരുന്നത്. റോമിൽ പല ആളുകളുടെയും അടിമയായിട്ട് അവൻ ജീവിക്കുന്നു. അപ്പോഴൊക്കെയും ജന്മനാടായ മക്കയിലേക്ക് അല്ലെങ്കിൽ അറേബ്യയിലേക്ക് എത്തിച്ചേരാൻ സദാ അവൻ്റെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പ്രവാസികളുടെയും പോലെ തന്നെ സദാസമയവും അത് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മനോഹരമായ ഓർമ്മകളിൽ, ഗൃഹാതുരത്വം നിറഞ്ഞ ആ ഓർമ്മകളിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കൗമാരപ്രായത്തിൽ എത്തിയിരിക്കുന്ന ആ വേളയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി മക്കയിലേക്ക് വരാൻ പോകുന്ന പുതിയ പ്രവാചകനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ പറ്റിയൊക്കെ ഈ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണത്. ചരിത്രത്തിൽ പല ഏടുകളിൽ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളെ കാണാൻ സാധിക്കും. ക്രിസ്ത്യൻസ് ആയിക്കൊള്ളട്ടെ, ജൂതന്മാരായിക്കൊള്ളട്ടെ, മറ്റേതു മതത്തിൽപ്പെട്ട ആയിക്കൊള്ളട്ടെ, അവരവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനായി അവതരിക്കാൻ പോകുന്ന മുഹമ്മദ് എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള സവിശേഷമായ ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യങ്ങൾ വരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഴുവനുണ്ടായിരുന്നു. ഖുർആൻ പറയുന്നത് പോലെ അവർക്കവരുടെ മക്കളെക്കാൾ
പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുപരിചിതമായിരുന്നു. എന്നിട്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ പലരും അവിശ്വസിച്ചു എന്നുള്ളതാണ് അവർക്ക് വന്നുപോയ വലിയ നഷ്ടമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ തൻ്റെ അതേ മതത്തിൽപ്പെട്ട ഈ ക്രിസ്ത്യൻ പാതിരി മക്കയിലേക്ക് വരാൻ പോകുന്ന പുതിയ പ്രവാചകനെ പറ്റി പറയുക കൂടി ചെയ്തപ്പോൾ തൻ്റെ ആ ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇരട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി തൻ്റെ നാട്ടിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തിനെയും കാത്ത് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ആ അടിമ ജീവിതത്തിൽ നിന്നൊരു മോചനവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെയാണ് അറേബ്യയിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെ അദ്ദേഹം ഒളിച്ചോടിയിട്ട് മക്കയിലേക്ക് എത്തുന്നത്. മക്കയിലെത്തിയ ഉടനെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള വരുമാന മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്ന മക്കയിലെ സമ്പന്നനായ മനുഷ്യൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി നമ്മൾ അവതരിപ്പിക്കുന്ന മുഹമ്മദ് എന്ന സീരീസ് നമ്മുടെ ചാനലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹിൽഫുൽ ഫുളൂലിന്റെ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനെ നമ്മൾ അവിടെ പരാമർശിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഹിൽഫുൽ ഫുളൂലൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹവുമായി ചേർന്നിട്ട് ഈ സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു കച്ചവടം ആരംഭിക്കുകയാണ്. അത് വലിയ ലാഭത്തിലേക്ക് എത്തുകയും സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിട്ട് മാറുകയും ചെയ്യുന്നു. ആ കാലയളവിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിക്കുകയും പ്രവാചകത്വ ലബ്ധി ഉണ്ടാവുന്നതൊക്കെ. അങ്ങനെ സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു തൻ്റെ മുൻപ് റോമിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ പാതിരി പറഞ്ഞതുപോലെ ആ പ്രവാചകൻ്റെ അവതീർണമായ വാർത്ത കേട്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് സത്യമാണല്ലോ എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. മക്കയിലേക്ക് എത്തിയ ഉടനെ ഈ സ്വഹൈബ് റൂമി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറബി ഭാഷ അത്രമേൽ സുഖകരമായിട്ട് വഴങ്ങുന്നില്ല. കാരണം 5-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് നാട് വിട്ട് പോയതാണ്. റോമ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിചയം ഉണ്ടായിരുന്ന സ്ഥലവും അവിടുത്തെ ഭാഷയൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറബി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഏറെ പണിപ്പെടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വെളുത്ത നിറവും അദ്ദേഹത്തിൻ്റെ മുടി ആ ചുവന്ന കളറുമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ സ്വഹൈബ് അൽ റൂമി എന്ന പേരിൽ റോം ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ റോമക്കാരനായിട്ട് വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഈ റോമുമായിട്ടുള്ള ബന്ധം. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രബോധന ദൗത്യവുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം ദാറുൽ അർഖമിൽ ചെന്നിട്ട് ഈ ഇസ്ലാമിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയാണ്. ദാറുൽ അർഖം അന്ന് മുസ്ലിമുകളുടെ പ്രഭാ കേന്ദ്രമായിരുന്നു. അവിടെയാണ് എല്ലാ ആളുകളും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നിരുന്നതും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നതൊക്കെ ഈ ദാറുൽ അർഖമിൽ വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ആ സ്വഹാബിയുടെ വീട് പ്രവാചകൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പറയുന്ന സീരീസിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുള്ളതാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും ഈ സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവും ഒരുമിച്ചാണ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആ കാലയളവായപ്പോഴേക്കും ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആന്റെ മരണം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വഹൈബ് റൂമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംരക്ഷകരില്ലാതെയാണ് ഈ മക്കയിൽ പിന്നീട് വളരുന്നത്. മക്കയുടെ സ്വഭാവം സംബന്ധിച്ചിടത്തോളം നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതാണ്. മക്കയിൽ കഫീലില്ലാത്ത ഒരു സംരക്ഷകനില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങളൊക്കെ എതിരെ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത്രമേൽ ദുഷ്കരമായൊരു കാര്യമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്തെല്ലാം അക്രമം ലഭിക്കാതെ പ്രവാചകൻ പ്രബോധന ദൗത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെ അബൂ ത്വാലിബ് എന്ന വലിയ സംരക്ഷണം പ്രവാചകന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അബൂ ത്വാലിബിന്റെ വഫാത്തിന് ശേഷമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു പല നാടുകളിലേക്ക് പലായനം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സംരക്ഷകൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമായിരുന്നു. റോമിൽ നിന്ന് ഒളിച്ചോടി ഇവിടെ എത്തി താമസിക്കുന്ന സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റ് സംരക്ഷകരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവും അദ്ദേഹം അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് കാലങ്ങൾക്ക് ശേഷം മദീനയിലേക്കുള്ള പലായനത്തിനുള്ള ഉത്തരവ് ലഭിക്കുന്നത്. ഉടനടി ഓരോ ആളുകളും ഇങ്ങനെ മദീനയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ മക്ക മുശ്രിക്കീങ്ങളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ തടങ്കലിൽ കഴിയുന്ന സ്വഹൈബ് റൂമിയെ സംബന്ധിച്ചിടത്തോളം പലായനം അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതിയും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമൊക്കെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട്. ഇനി മക്കയിൽ അവശേഷിക്കുന്നത് പ്രമുഖരായ 3 പേര് മാത്രമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇത് നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞപ്പോഴും അബൂബക്കർ തങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോഴേക്കും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ മക്കയിൽ പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് യജമാനന്മാരാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഹൈബ് റൂമിയൊക്കെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും മക്ക വിട്ട് മദീനയിലേക്ക് പോയതോടുകൂടെ സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്.
തന്നെ പിടിച്ചിട്ടിരിക്കുന്ന തുറങ്കലിൽ അടച്ചിരിക്കുന്ന സദാസമയം തൻ്റെ വീടിന് ചുറ്റും കാവൽക്കാരുണ്ടായിരുന്നു. ആ വീട്ടു തടങ്കലിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വയറിന് സുഖമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ടോയ്ലറ്റ് പോകാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ പോലെ ഒന്നുമല്ല, ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. വിദൂരതയിലേക്ക് പോയിട്ട് ഒഴിഞ്ഞ പറമ്പോ പ്രദേശങ്ങളിലൊക്കെയാണ് അവരുടെ കാര്യനിർവഹണങ്ങളൊക്കെ അവർ നടത്തിയിരുന്നത്. അങ്ങനെ ആ പറമ്പിലേക്ക് പോയി കൃത്യസമയത്ത് തന്നെ സ്വൈബ് റൂമി റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നു. അത് ഈ കാവൽക്കാർക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കുന്നു. അങ്ങനെ ഒരേ സമയത്ത് തന്നെ 3-4 പ്രാവശ്യം അദ്ദേഹം ഇതുപോലെ വയറിന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. കൃത്യസമയത്ത് തിരിച്ചു വരികയും ചെയ്യുന്നു. അത് ആയപ്പോൾ കാവൽക്കാർക്ക് മനസ്സിലാവുന്നു ഇനി അദ്ദേഹത്തിന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. അദ്ദേഹം കൃത്യസമയത്ത് തിരിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വയറ് സംബന്ധമായ രോഗം അത് നമ്മുടെ ദൈവമായ ലാത്തയെയും ഉസ്സയെയൊക്കെ അപമാനിച്ചതുകൊണ്ടാണ് എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാവലിൽ നിന്നിരുന്ന ആളുകൾ അവർ രാത്രി ഉറങ്ങുകയാണ്. ഇനി ഈ രോഗം പിടിപെട്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ എന്ന പ്രതീക്ഷയിൽ. പക്ഷേ കാവൽക്കാർ നോക്കി നിന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഇവർ ഉറങ്ങിയ പാടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓടുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മദീനയുടെ ഭാഗത്തേക്ക് കൂടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അല്പസമയത്തിന് ശേഷം ഈ കാവൽക്കാരിൽ ഒരാൾ ഉണർന്നു നോക്കുമ്പോൾ വീട്ടിൽ സുഹൈബുൽ റൂമി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ഉടനെ തൻ്റെ വേഗതയേറിയ കുതിരയും എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിറകെ അവർ ചെല്ലുന്നുണ്ട്. അങ്ങനെ കൊടിയ ശത്രുക്കൾ മുഴുവനും സ്വൈബ് റൂമി റളിയല്ലാഹുവിൻ്റെ പിന്നാലെ കൂടുകയും സ്വൈബ് റൂമി റളിയല്ലാഹു ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. എന്നിട്ട് തൻ്റെ താഴെ നിൽക്കുന്ന മക്ക മുശ്രിക്കീങ്ങളോട് തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നു, മക്കയിലെ ഏറ്റവും ശക്തനായ അമ്പെയ്ത്തുകാരിൽ ഒരാളാണ് ഞാൻ. നിങ്ങൾ ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ജീവൻ എടുക്കേണ്ടി വരും. ഞാൻ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേരെ കൊന്നിട്ടായിരിക്കും ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മക്ക മുശ്രിക്കീങ്ങളെ മുഴുവനും സ്വൈബ് റൂമി റളിയല്ലാഹു അൻഹു പേടിപ്പിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം ശക്തനായ അമ്പെയ്ത്തുകാരനുമായിരുന്നു എന്നുള്ളത് ആ മക്ക മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ പേടിക്കാനുള്ള ഒരു കാരണം കൂടി ആവുന്നുണ്ട്. ആ സമയത്ത് മക്ക മുശ്രിക്കീങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ഒരിക്കലും മദീനയിലേക്ക് പറഞ്ഞേക്കില്ല, കാരണം നീ അടിമയായിട്ടാണ് ഇവിടെ മക്കയിലേക്ക് വരുന്നത്. എന്നിട്ട് നീ ഇവിടെ കച്ചവടം ചെയ്തിപ്പോൾ വലിയ സമ്പന്നനായി 10 വർഷത്തോളം ഇവിടെ സമ്പാദിക്കുന്നുണ്ട്. മക്കയിലെ വലിയ സമ്പന്നരിൽ ഒരാളായി അദ്ദേഹം മാറുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ആ സമ്പാദ്യം മുഴുവനും കൊണ്ട് ഇവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമല്ല എന്ന് മക്ക മുശ്രിക്കീങ്ങൾ പറയുന്നു. ഉടനടി സ്വഹൈബ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്കിൽ സമ്പത്ത് മുഴുവനും, ഇത്രയും കാലം ഞാൻ നേടിയ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെ നിങ്ങൾ പറഞ്ഞേക്കുമോ? ഉടനെ നാട്ടുകാർ മറ്റൊന്നും ചിന്തിക്കാതെ അതിന് സമ്മതിക്കുന്നുണ്ട്. സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ആകട്ടെ താൻ ഇത്രയും കാലം നേടിയ വലിയ സമ്പത്ത് മുഴുവനും സൂക്ഷിച്ചിരുന്ന ആ മണ്ണിനടിയിലുള്ള സ്ഥലം, ഇന്നത്തെ കാലത്ത് ബാങ്കിങ് സിസ്റ്റങ്ങളൊന്നുമില്ല, പാത്രത്തിലൊക്കെ ആക്കിയിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് പതിവ്. അങ്ങനെ കുഴിച്ചിട്ട സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അത് സ്ഥിരീകരിക്കുക പോലും ചെയ്യാതെ ശത്രുക്കൾ സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. കാരണം അവർക്കറിയാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നേ വരെ കളവ് പറയാത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അനുയായികളാണ് ഇവരും ഒരിക്കലും കളവ് പറയില്ല എന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത സ്ഥലം സ്ഥിരീകരിക്കുക പോലും ചെയ്യാതെ സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിനെ വിട്ടിട്ട് അവർ അവിടേക്ക് ചെല്ലുന്നത്. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ഇത്രയും കാലം നാം നേടിയ വലിയ സമ്പത്ത് മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. അവരതെല്ലാം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളുടെ യാത്രാക്ഷീണം കാരണം കണ്ണിനൊക്കെ രോഗം ബാധിച്ചിട്ടാണ് സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മദീനയുടെ സമീപത്തേക്ക് ചെല്ലുന്നത്. ഖുബാ ഗ്രാമത്തിൽ അന്ന് പ്രവാചകനുണ്ട്. പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്ത് ലാഭകരമായ കച്ചവടമാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്രയും വലിയ സമ്പാദ്യങ്ങളും മുഴുവനും ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട്, താൻ വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടിയിട്ട്, തൻ്റെ പലായനത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു കൊണ്ട് ഓടുന്ന സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ നഷ്ടക്കച്ചവടമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എത്ര ലാഭകരമായ കച്ചവടമാണ് നിങ്ങൾ ചെയ്തതെന്ന്. ഉടനടി ആകാശ ലോകത്ത് നിന്ന് ആൾ ഇടപെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിക സൂക്തത്തിലൂടെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ വേണ്ടി അവരുടെ സ്വയം ജീവിതം പോലും നിസ്സാരമായിട്ട് വിറ്റുകളഞ്ഞ ആളുകളെ പറ്റി ഖുർആൻ സംസാരിക്കുകയാണ്. അത് ഈ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ളതായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ക്ഷീണിച്ച അവശനായി രോഗം ബാധിച്ചു വരുന്ന അദ്ദേഹത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുശ്രൂഷിക്കുകയും ഈത്തപ്പഴം ഭക്ഷണമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിശപ്പിൻ്റെ ആധിക്യം കാരണത്താൽ ഒരുപാട് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഒന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കണ്ണിന് രോഗമാണ് എന്നിട്ടും തീറ്റക്കൊരു കുറവുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിലാണ് ഇത് ചോദിക്കുന്നതെന്ന് മാത്രം. കണ്ണിന് ഈ ഭാഗത്താണ് അസുഖം, ഞാൻ കഴിക്കുന്നത് ഈ ഭാഗത്തിലൂടെയാണെന്നൊക്കെ രസകരമായ മറുപടിയും സ്വഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ആ അവസരത്തിൽ പറയുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഇരിക്കുന്ന സമയത്താണ്. മാത്രമല്ല ജന്നത്തുൽ ബക്കിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറും ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ കൂടെ നാളെ അവൻ്റെ ജന്നാത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരൊക്കെ ചെയ്ത വലിയ ത്യാഗത്തിൻ്റെ കഥകളാണ് നമുക്ക് ഈ റമദാനിൽ പറയാനുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി അവരുടെ സമ്പത്ത് മുഴുവനും നൽകുകയാണ് അവരൊക്കെ. അത്ര വലിയ ത്യാഗം ചെയ്ത മഹാന്മാരുടെ കൂടെയാണ്, അവരുടെ കഥകളാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ബർക്കത്തൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതേ സമയത്ത് മറ്റൊരു മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.